Hi everyone, welcome back to Xylem Learning. It's me Akshay, your biology faculty. സോ ഇന്ന് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടു 6 മാർക്ക് നമുക്ക് ഗ്യാരണ്ടിയാണ്. 6 മാർക്കിന്റെ മീൻസ് 6 മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ 6 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും. ഓക്കെ, റെഡി? സോ വി ആർ മൂവിങ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ചിത്രം ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. സലൈവറി ഗ്ലാൻഡിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 2 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? Give the name of the enzyme present in the fluid in our mouth cavity. See, നമ്മുടെ മൗത്ത് കാവിറ്റി, നമ്മുടെ ഓറൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വായക്കകത്തുള്ള സ്പേസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്. സോ അവിടെയുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സലൈവയാണ്. സലൈവയാണ് അവിടുത്തെ ഫ്ലൂയിഡ്. ആൻഡ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഗ്ലാൻഡ് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം സലൈവറി ഗ്ലാൻഡ് ആണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലൈവ. ഓക്കെ, സലൈവ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ salivary gland. Yes, ready. Saliva is the fluid which is produced by salivary gland. Okay, അപ്പോൾ നമുക്ക് ഒന്നാമത്തത് നമുക്ക് കിട്ടി അല്ലേ? ദ ഗ്ലാൻഡ്, സ്റ്റേറ്റ് ദ ഗ്ലാൻഡ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കുക എല്ലാവരും നോക്കണേ. ഞാൻ കുറച്ചൊന്ന് ഇത് കൂട്ടട്ടെ. സ്റ്റേറ്റ് ദ ഗ്ലാൻഡ് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ്. സലൈവ ആണ് പറയുന്നത്. സലൈവ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ salivary gland. Saliva is produced by salivary gland. Next question, what would happen to the digestion process if this gland stops secreting the enzyme? അതായത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഗ്ലാൻഡ് നമുക്കറിയാം, ഈ ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്തത് സലൈവയാണ്. സലൈവയിൽ ആക്ച്വലി പ്രധാനമായിട്ടും സലൈവയിൽ 2 എൻസൈമുകളാണ് ഉള്ളത് കേട്ടോ. 2 എൻസൈമുകളാണ് പ്രധാനമായിട്ടും സലൈവയിലുള്ളത്. അതിൽ ആദ്യത്തെ എൻസൈം എന്ന് പറയുന്നത് സലൈവറി അമിലേസ് ആണ്. സലൈവറി അമിലേസ് എന്ന എൻസൈം ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ സലൈവറി അമിലേസ്. പിന്നെ കാണുന്നത് ലൈസോസൈം എന്ന എൻസൈമാണ്. ലൈസോസൈം. ഇങ്ങനെ 2 കാറ്റഗറി ഓഫ് എൻസൈം അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ് പ്രധാനമായിട്ടും സലൈവയിലുള്ളത്. സലൈവറി അമിലേസും പിന്നെ ആരാണ്? ലൈസോസൈം എന്ന എൻസൈമും. ഇതിൽ ലൈസോസൈം എന്ന എൻസൈമിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് രോഗാണുക്കളെ നശിപ്പിക്കുക. അത് എവിടെയൊക്കെ ഉണ്ടോ അതിനൊരു ഫങ്ഷനേ ഉള്ളൂ. എന്താണ്? കിൽ ദ ജേംസ് പ്രസന്റ് ഇൻ ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുക്കൾ, ജേംസ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? നശിപ്പിക്കുക. അതാണ് ലൈസോസൈമിന്റെ ഫങ്ഷൻ. അല്ലാതെ വേറെ ഡൈജഷനുമായി ബന്ധപ്പെട്ട് അതിന് ഫങ്ഷൻസ് ഒന്നും ഇല്ല. ബട്ട് സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഈ എൻസൈമിന് ഡൈജഷൻ നടത്തുന്നതിന് കാപ്പബിലിറ്റി ഉണ്ട്. സോ സലൈവറി അമിലേസ് എന്താ ചെയ്തത് നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയും. സലൈവറി അമിലേസ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ സ്റ്റാർച്ചിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്തു? സിമ്പിൾ ഷുഗർ ആയിട്ടുള്ള മാൾട്ടോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ ഫങ്ഷൻ. ശ്രദ്ധിച്ചോ, സ്റ്റാർച്ചിനെ എന്താക്കിയിട്ട് മാറ്റീനി? മാൾട്ടോസ് ആക്കി മാറ്റീനി. ഈ മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഷുഗർ ആണ് കേട്ടോ. ഒരു സിമ്പിൾ ഷുഗർ ആണ് മാൾട്ടോസ്. സിമ്പിൾ ഷുഗർ ആണ്. സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റി, അല്ലെങ്കിൽ മാൾട്ടോസ് ആക്കി മാറ്റി. ആരാടാ മാറ്റിയത്? അമിലേസ് എന്ന എൻസൈം. ആരാണ്? അമിലേസ് എന്ന എൻസൈമാണ് സിമ്പിൾ ഷുഗർ ആക്കിയിട്ട് മാറ്റീനി. അപ്പൊ റെഡിയല്ലേ? അപ്പൊ ഡൈജഷൻ തുടങ്ങുന്നത് എവിടെയാണ്? Digestion begins in our mouth. Digestion always begins in our mouth. Okay, where under the action of saliva, the salivary enzyme salivary amylase, which help in converting starch to maltose. Maltose is a simple sugar. So അതാണ് അവിടെ നമ്മളെ സലൈവയുടെ റോൾ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഈ എൻസൈം ഇല്ലെങ്കിൽ, അതായത് സലൈവയിലെ ഈ എൻസൈം ഇല്ലെങ്കിൽ ആ ഡൈജഷൻ പ്രോസസ്സിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദർ ഈസ് നോ അമിലേസ് ഇൻ ദ സലൈവ, അമിലേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കൂല? ദി കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു മാൾട്ടോസ് വിൽ നോട്ട് ഒക്കർ. കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു മാൾട്ടോസ് വിൽ നോട്ട് ഒക്കർ. ദിസ് കൺവേർഷൻ വോണ്ട് ഒക്കർ. അതാണ് ആൻസർ. ഈ ഒരു കൺവേർഷൻ നടക്കില്ല. ഓക്കെ, ഈ ഒരു കൺവേർഷൻ നടക്കുമോ? ഇല്ല. ഇഫ് ദർ ഈസ് നോ എൻസൈം, ദ കൺവേർഷൻ വോണ്ട് ഒക്കർ. ദ കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ടു മാൾട്ടോസ് വോണ്ട് ഒക്കർ. വെരി സിമ്പിൾ. Okay, you will get 2 marks if you are writing this question. Okay, very easily you are getting 2 marks. No need of much confusion. Everything is very clear. And here is the next question. And you see here, what is the question?
This is again 2-mark question. Write one specific function. Okay, specific function means the main function of each of the following organs in relation with excretion in human being. So this question is related to excretion. Excretion question. And here we are given some parts, and we need to write the specific function. We need to write the main function of the parts. First part is renal artery, and if you observe this figure, this is the excretory system figure. Okay, I hope everybody can see this. So you have got a pair of kidney there. Okay, bean shaped kidney, and from the kidney you can see the ureter. This is the urinary bladder, and this is the urethra, and you know these things. And if you see, there are some artery, or there are some blood vessel which is bringing impure blood to the heart. Okay, heartilekalla, kidney impure ആയിട്ടുള്ള ബ്ലഡിനെ എത്തിക്കുന്ന കുഴലുകളുണ്ട്. That is renal artery for filtration purpose. Filtration purpose-ന് വേണ്ടി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിനെ എന്ത് ചെയ്യും, നമ്മുടെ കിഡ്നിയിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? റീനൽ ആർട്ടറി. ദാറ്റ്സ് എ ഫങ്ഷൻ ഓഫ് റീനൽ ആർട്ടറി. ഫസ്റ്റ് തിങ് ഇസ് വെരി ക്ലിയർ. സപ്ലൈ ഇംപ്യൂർ ബ്ലഡ് ഫോർ impure means waste containing blood to the kidney for filtration. For what purpose? For filtration. Clear? So this is the function of renal artery. And the next is urethra. Urethra is this opening. This opening is called urethra. A urethra which will help in discharging urine. Okay, see, urine is produced in the kidney, and the urine will be moving through ureter like this way, and it will be reaching urinary bladder, and from the urinary bladder it will be discharged through urethra. So urethra ilude urine get expelled. Urine gets expelled, or we can say released through urethra. Okay, ready? Very simple. Urine is getting released through the urethra. Then glomerulus and tubular part of nephron. ഇതൊക്കെ നെഫ്രോണിന്റെ ഭാഗമാണ്. The filtering unit of the kidney. Okay, each kidney contain lakhs of this thing, that is our nephron. See, nephron-ന് cup-like structure ഉണ്ട്. This is the cup-like structure, that is called a Bowman's capsule. Cup-like structure is called a Bowman's capsule. Okay, then we have got renal tubules. These are renal tubule, PCT, then loop of Henle, then DCT, then collecting duct. These are called tubular part of the nephron. Basically nephron ഇത്ര ഉള്ളൂ, ഒരു ചന്ദ്രക്കല പോലെ ഒരു സ്ട്രക്ചർ, ഒരു കപ്പ്-ലൈക്ക് സ്ട്രക്ചർ, ദാറ്റ് ഈസ് ബൗമാൻസ് capsule. Then after that renal tubules. അപ്പോൾ ഇതിൽ ബൗമാൻസ് capsuleന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we can see a knot of blood vesselന്റെ ഒരു കെട്ട് കാണാൻ പറ്റും, and that is what is called glomerulus. ഈ ഏരിയയിലാണ് filtration or ultrafiltration occurring. Filtration under pressure, that is the meaning. Filtration under pressure. So that is happening in glomerulus. Then tubular part of nephron. Nephron's tubular parts il rendu കാര്യങ്ങൾ നടക്കും, secretion and reabsorption. So some waste material from the blood capillaries is secreted into the renal tubule, and some useful materials from the renal tubule is reabsorbed back to the capillary. So rendu function, reabsorption and secretion, tubular reabsorption and tubular secretion. That is a function of tubular part of nephron. See, if you are going to write these things, half mark you will get. So in total you will be getting 2 marks. Very easily you have scored 2 marks. Here is the next question. Here the picture shown is digestive system. This is a picture of a digestive system, and 2 parts are labeled there. First is stomach, and second part is pancreas. And what is the question? In the process of digestion of food in human beings, 2 protein digesting enzymes are secreted. You are learning 2 protein digesting enzymes present
associated with the digestive system. Name the enzymes along with the glands. So, two protein digesting enzyme, we know that initially protein gets digested, partially digested using pepsin, enzyme called pepsin, and later the protein digestion is done using the help of trypsin. So, there are two enzymes helping in the process of digestion of protein. First one is pepsin, second one is trypsin. Ready? Pepsin and trypsin. And pepsin is actually found in gastric juice. Gastric juice. Pepsin is found in which juice? Gastric juice. And what about trypsin? What about trypsin? Yes, trypsin is found in pancreatic juice. Correct? Pancreatic juice. I think no more confusion. I think there is no confusion here. Gastric juice contains pepsin. Okay? Ready? Simply I can say gastric juice contains pepsin. Then pancreatic juice. Pancreatic juice contains trypsin. Both are protein digesting enzyme. Both are protein digesting enzyme. Pepsin and trypsin are protein digesting enzyme. And gastric juice is produced by gastric glands in the stomach wall. Gastric glands present in the stomach wall produces gastric juice. So, gastric gland is present in walls of the stomach. Walls of the stomach. So, here the answer is given. The first one is gastric gland, which produce gastric juice, which contain pepsin. Then pancreatic juice is produced by, we know that pancreas produce pancreatic juice. Pancreas produce pancreatic juice. And pancreatic juice contain trypsin. Very simple. So, the question we are asked is, we need to write the name of enzyme, pepsin and trypsin. You got 1 mark. Then along with that, we need to write the glands secreting the enzyme. So, gastric juice ilana actually pepsin ulladu, secreted the gastric juice, gastric gland, which is found in the wall of stomach. Then pancreatic juice produced by pancreas. Pancreas is duodenatinte aduthayittu ningalku kaanan pattum. So, if you write this point, you will be getting 2 mark. Overall, you got 2 mark, 4 mark, then 6 mark. So, 6 marks guaranteed from this video session. So, എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ബൈ.